എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് 2026 ഇതിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടെത്താമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നില വളരെ പ്രധാനം അറിയുന്ന അതിനകം പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. നമുക്ക് നോക്കാം. ഇതിൻ്റെ പേഴ്സൻറ്റേജ് എങ്ങനെ കണ്ടെത്താമെന്ന് പല വിദ്യാർത്ഥികളും നമ്മളോട് ചോദിച്ചിരുന്നു. നമുക്കതിൻ്റെ ഡീറ്റെയിൽസായ വിവരങ്ങൾ നോക്കാം. പേഴ്സൻറ്റേജ് കണ്ടെത്താൻ ഒരു പണിയില്ല. അതായത് ഇപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് പറയുവാണെങ്കിൽ എത്രയാണ്, ഇത്ര മാത്രമാണ് ഇതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടെത്താൻ. അതായത് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. ഇത് സർട്ടിഫിക്കറ്റ് ആണ്. എന്തായാലും ഇതുപോലൊരു മാർക്ക് ഷീറ്റ് ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായത്. അത് ഫസ്റ്റ് ഇയറിൻ്റെ എഴുതിയെടുത്ത മാർക്കും ടീച്ചർ ഇട്ട മാർക്കും, സെക്കൻഡ് ഇയറിൻ്റെ എഴുതിയെടുത്ത മാർക്കും ടീച്ചർ ഇട്ട മാർക്കും തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ടോട്ടൽ എന്നൊരു സെക്ഷൻ കണ്ടോ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ സ്കോർ ചെയ്ത മാർക്ക്. 124, 173, 171, 139, 165, 152. അപ്പം ഇങ്ങനെയാണ് ഇവിടെ ടോട്ടലായിട്ട് കാണിക്കുന്നത്. ഇവിടെ അപ്പോൾ ഈ ടോട്ടൽ മാർക്കിനെ എന്ത് ചെയ്യുന്നു? ഈ ടോട്ടൽ മാർക്ക് ഇതിൽ യഥാർത്ഥ ടോട്ടൽ എന്ന് പറയുകയാണെങ്കിൽ 1200ആണ്. +1 600, +2 600, അങ്ങനെ 1200 മാർക്ക്. അതിൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് 924 ഒരു ആൻസറാണ് കിട്ടിയത്. അത് 1200-ൽ 924 മാർക്ക് സ്കോർ ചെയ്തു. ഇനി എങ്ങനെ ഇത് പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം നമുക്ക് നോക്കാം. ഇത് പേഴ്സൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനേ നമ്മൾ ആദ്യം കൂട്ടിയെടുത്ത മാർക്ക് എന്ന് പറയുന്നത് 924 മാർക്കായിരുന്നു. അതായത് ഇപ്പോൾ 1200-ൽ 924 മാർക്കായിരുന്നു എഴുതിയെടുത്തത്. അപ്പോൾ ആ 924 മാർക്ക് എന്നുള്ളത് കാൽക്കുലേറ്ററിൽ എൻ്റർ ചെയ്തു. ഇനി ഇതിനെ എന്ത് ചെയ്യണം? ഈ 924 മാർക്കിനെ 100 കൊണ്ട് ഗുണിക്കണം. ഈ 920, അതായത് നിങ്ങൾ 1200-ൽ എത്രയാണോ സ്കോർ ചെയ്തത് അതിനെ 100 കൊണ്ട് ഗുണിക്കണം. ശേഷം ആ 100-നെ എന്ത് ചെയ്യണം? ആ 924-നെ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിച്ചിട്ട് അതിനെ വീണ്ടും എന്ത് ചെയ്യണം? ടോട്ടൽ മാർക്ക് എത്രയാണ്? ഞാൻ ആദ്യം പറഞ്ഞു +1-ഉം +2-ഉം കൂടി 1200ആണ്. അപ്പോൾ അതിനെ 1200 കൊണ്ട്, അതിനെ 100-നെ 1200 കൊണ്ട് ഹരിക്കുക. 920 ടോട്ടൽ. അപ്പം 1200, ഇപ്പം ഇവിടെ 1200 മാർക്കാണ് ടോട്ടൽ. അതിൽ 924 മാർക്ക് സ്കോർ ചെയ്തു. ആ സ്കോർ ചെയ്ത മാർക്കിനെ 100 കൊണ്ട് ഗുണിച്ച് ശേഷം 1200 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് കിട്ടി 77. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കൊണ്ട് ചെയ്യാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഫോർ ബൈ.